ഈ സോഷ്യൽ മീഡിയ ഒരു ടാർഗറ്റ് ഇട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. കാരണം എത്രത്തോളം മനസ്സ് ഫ്രീ ആണോ അത്രത്തോളമാണ് പുതിയ ആശയങ്ങൾ വരിക. നിങ്ങളുടെ മുമ്പിൽ ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ശത്രുമാരോ മിത്രമാരോ എന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ തീരുമാനിച്ചാൽ ഉണ്ടാകുന്ന ഹാസ്യം അല്ലെങ്കിൽ പരിഹാസം അല്ലെങ്കിൽ ട്രോൾ ശക്തമായിരിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ലോകത്തിലെ ഏത് കാർട്ടൂണിസ്റ്റിനെ നമ്മൾ എടുത്താലും നല്ല കാർട്ടൂണിസ്റ്റുകൾ ഏതെങ്കിലും ഒരു ഭാഗത്തല്ല നിൽക്കുക. എല്ലാ പക്ഷങ്ങളെയും വിമർശിക്കാൻ ശേഷിയുള്ളവരാണ് കാർട്ടൂണിസ്റ്റുകൾ. അതാണ് ട്രോൾ. കാർട്ടൂണാണല്ലോ ട്രോളിൻ്റെ ഒരു പഴയ രൂപം. ഇന്ന് ഇപ്പോൾ CPM-ന്റെ ട്രോൾ ഗ്യാങ്ങിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഗ്യാങ്ങിൻ്റെ തലപ്പത്ത് നികേഷ് കുമാർ വരുന്നു. നികേഷ് കുമാറിന് ഈ രംഗത്തുള്ള അറിവ് എന്താണെന്ന് എനിക്കല്ല. അദ്ദേഹത്തിന് ദൃശ്യമാധ്യമ രംഗത്ത് അദ്ദേഹത്തിന് അറിവുണ്ട്. അദ്ദേഹം പല മാധ്യമങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമ്മൾ കണ്ടിട്ടുണ്ട്, അവസാന റിപ്പോർട്ടർ ചാനൽ വരെ. പക്ഷേ ഈ ട്രോൾ പോലെയുള്ള അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പോലെയുള്ള ഇടങ്ങളിൽ എങ്ങനെയാണ് ചെയ്യുക? ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്കൊരാളെ ഇല്ലാതാക്കണമെങ്കിൽ അയാളിങ്ങനെ നുണയനാണെന്നോ അയാൾ കള്ളനാണെന്നോ അയാൾ തട്ടിപ്പുകാരനാണെന്നോ നിരന്തരം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അത് എതിരാളികൾ, ഇപ്പോൾ ഇത് ആരെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്? നിഷ്പക്ഷരായി ചിന്തിക്കുന്ന ആളുകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. നിഷ്പക്ഷരായ ഒരാൾ, ഏതെങ്കിലും ഒരു നേതാവ് നല്ലവനോ ചീത്തവനോ എന്ന് ചിന്തിക്കുന്നത് വസ്തുനിഷ്ഠമായ വിവരങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോഴാണ്. അല്ലെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. ചില നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോൾ എതിരാളിയുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും, കുടുംബത്തിന് വിളിക്കും, അവനെ കൊല്ലൂ എന്ന് പറയും. കേട്ട് നിൽക്കുന്ന ആളുകൾക്ക് നല്ല സന്തോഷമാകും. പക്ഷേ ഇത് രണ്ട് കക്ഷിയിലും പെടാത്ത ഒരാൾ അതിനെങ്ങനെയാണ് കാണുക? അപ്പോൾ വസ്തുനിഷ്ഠമായി ഏത് കാര്യം വെച്ചിട്ടാണ് നിങ്ങൾ ഇയാളെ വിമർശിക്കുന്നത് എന്ന് ആളുകൾക്ക് അറിയണം. ഇപ്പോൾ നികേഷ് കുമാറിന് പറ്റിയത് എന്താ? സതീശനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തു. സതീശനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ ഓക്കെ, സതീശനെ ടാർഗറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പറയാം. പക്ഷെ പ്രശ്നം എന്താ? 2-3 തരത്തിൽ ആ പ്രശ്നത്തെ കാണാം. ഒന്ന്, സതീശന്റെ യഥാർത്ഥ കുറവുകളാണ് നിങ്ങൾ കാണിക്കണ്ടേ. സതീശന് സാധാരണ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന കുറവുകൾ സതീശനുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണിക്കണം. സതീശനായാലും പിണറായിക്കായാലും ആർക്കായാലും അത് നിങ്ങൾ കാണിക്കുന്നില്ല. നിങ്ങൾ സതീശനോടുള്ള ദേഷ്യം കാണിക്കണേ. എനിക്കൊരാളോടുള്ള ദേഷ്യം ഞാൻ കാണിച്ചാൽ അത് സോഷ്യൽ മീഡിയ അല്ല. സോഷ്യൽ മീഡിയ കുറച്ചുകൂടി, ഇപ്പോൾ ധ്രുവ് റാട്ടിയുടെയൊക്കെ സോഷ്യൽ മീഡിയ, ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തമായ നിന്നാണ് ധ്രുവ് റാട്ടിയാണ്. ധ്രുവ് റാട്ടി എന്തുകൊണ്ടാണ് വിജയിച്ചത്? ധ്രുവ് റാട്ടി സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണ്, കൃത്യമായി. അല്ലാണ്ട് മറ്റേ മോഡി കള്ളനാണെന്ന് വെറുതെ പറയല്ല. സ്റ്റാറ്റിസ്റ്റിക്സ്, ഓരോ വിഷയങ്ങളും എടുക്കുന്നു, അതിൻ്റെ വിശദ വിവരങ്ങൾ പറയുന്നു, അത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ശരിയാണല്ലോ ഇയാൾ പറയുന്നതെന്ന് തോന്നും. മറ്റെന്താ പ്രശ്നം? സതീശനെതിരെ ട്രോൾ ഇട്ടാൽ കൈയടിക്കാൻ CPM-കാരുണ്ടാവും, അതിൻ്റെ ഇടയിൽ വന്ന് ലൈക്ക് ഇടും. ഒരു കാര്യമില്ല. അതുകൊണ്ട് CPM അല്ലാത്ത ഒരാൾ ഈ ട്രോൾ ആസ്വദിച്ച് കൊടുക്കുമോ? ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. പോറ്റിയെ കയറ്റിയെ എന്ന പാട്ട്. പോറ്റിയെ കയറ്റിയെ എന്ന പാട്ട് സത്യത്തിൽ UDF ഉണ്ടാക്കിയതല്ല, ഏതോ ഒരാൾ അവിടെ നിന്ന് ഉണ്ടാക്കിയതാണ്. പക്ഷെ ആ പാട്ട് എങ്ങനെയാണ് ഹിറ്റായി പോയത്? ആ പാട്ട് ഹിറ്റായി പോകുന്നതിന് കാരണം അതൊരു കോണ്ടെക്സ്റ്റിലും കൂടിയാണ്. ആ കോണ്ടെക്സ്റ്റിൽ, ആ സന്ദർഭത്തിൽ ആ പാട്ട് പെട്ടെന്ന് ആളുകൾ വന്നു, ജയിലിൽ കിടക്കുന്ന മുഴുവൻ സഖാക്കളാണ് എന്ന് പറഞ്ഞപ്പോൾ അതോടുകൂടി വളരെ പെട്ടെന്ന് അത് ഇത് ചെയ്തു, മിങ്കിളി, അത് ആളുകളുടെ ഇടയിൽ ഹിറ്റായി. സാധാരണ ഇപ്പോൾ LDF വിരുദ്ധനല്ല, LDF-കാരന് അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ചെറിയ LDF ആണെങ്കിൽ പോലും അവൻ്റെ ഉള്ളിലും ഈ പാട്ട് ഒരു തരംഗം ഉണ്ടാക്കും. നികേഷ് കുമാറിന് പറ്റിയത് എന്താ? ഒന്ന്, ഈ സ്ട്രാറ്റജി അറിയില്ല. അങ്ങ് മറ്റവനെ അങ്ങ് താറടിച്ച് കാണിക്കുക എന്ന രാഷ്ട്രീയം. പിന്നെ CPM-നകത്ത് അത്തരം തലച്ച് വെളിവുള്ള ആളുകളും വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരിറക്കുന്ന ട്രോളുകൾ കണ്ടാൽ, അവരിറക്കുന്ന സാധനങ്ങൾ കണ്ടാൽ അത്രയ്ക്കും ദയനീയമാണ് പലതും. നേരത്തെ പറഞ്ഞ പോലെ ആരെയും ആകർഷിക്കുന്നില്ല. ആ ഹൂളിഗാൻ ഗ്യാങ്ങിന് മാത്രം, ഒരു പക്ഷേ CPM-നകത്തുള്ള ആളുകൾക്ക് പോലും അത് എതിർപ്പുണ്ടാവും. നമ്മൾ ചില വാർത്തകൾ വന്നു, എനിക്കറിയില്ല, എൻ്റെ സുഹൃത്തു കൂടിയായ KV സുധാകരൻ അടക്കമുള്ള കുറേ ആളുകൾ നികേഷ് കുമാറിൻ്റെ പണി പിടിവിട്ട് ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞു. പിന്നെ എന്തോ ഒത്തുതീർപ്പായെന്നും എനിക്കറിയില്ല. KV സുധാകരനൊന്നും അങ്ങനെ എഴുതുന്ന ആളല്ല, അങ്ങനെ ട്രോൾ ഇടുന്ന ആളല്ല. സത്യസന്ധമായി വാർത്ത വെച്ചാൽ അവനവൻ്റെ ആവശ്യം. സത്യസന്ധം നമ്മൾ പറയുമ്പോൾ ഒരു വാർത്തയുടെ എനിക്ക് ആവശ്യമുള്ള വശം ഞാൻ എടുക്കുക എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരു വാർത്തയുടെ വശമാണ് എടുക്കുന്നത്, ഒരു ഡാറ്റയുടെ വശമാണ് എടുക്കുന്നത്. ആ ഡാറ്റ ഇല്ലാതെ നിങ്ങളുടെ ദേഷ്യം തീർക്കുന്ന, പ്രാകുന്ന പോലെ ഉള്ള സോഷ്യൽ മീഡിയ ട്വിറ്ററുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റോ കൊണ്ട് ഒന്നും സംഭവിക്കാനില്ല.
ഒരു വ്യത്യാസമില്ല. ആരെ നിങ്ങൾ എതിർത്താലും അവർക്കൊരു കുഴപ്പമില്ല. കാരണം അവർ വളരെ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ ബി ജെ പിയുടെ ഒരു സ്ട്രാറ്റജി ഇതിൽ പഠിക്കേണ്ടത്. ദേശീയ തലത്തിൽ ബി ജെ പി പലപ്പോഴും നെഗറ്റീവ് ട്രോളിലൂടെയാണ് അവർ വളർന്നിട്ടുള്ളത്. ഒരു മണ്ടത്തരം ഒരു ബി ജെ പി നേതാവ് പറയും, ബാക്കി എല്ലാവരും ഇത് ഏറ്റുപിടിക്കും, അതങ്ങനെ അങ്ങ് വലുതാവും. നമ്മൾ വിചാരിക്കും അയാൾ മണ്ടത്തര പറയുന്നു, പക്ഷേ അയാൾ മണ്ടത്തരം എല്ലാവരാണ്. അയാൾ അറിഞ്ഞിട്ട് പറയുന്നതാ. കാരണം എന്താ, അതോടുകൂടി അയാളങ്ങ് വലിയ ആളായി. ഇവിടെ നികേഷ് കുമാറിന്റെ തന്ത്രം പാളുന്നത് അദ്ദേഹം യുക്തിയുക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കാത്തത് കൊണ്ടാണ്. അതില്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമാണ്. പഠിച്ച് കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവനവൻ്റെ ആളുകളെ സന്തോഷിപ്പിക്കും. ഞാൻ ഈ ചാനൽ ചർച്ചകളെ പറ്റി എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. ആളുകളിരുന്ന് ചാനൽ ചർച്ചകളിലിരുന്ന് ഗീർവാണം വിടും. അയാളുടെ ഗീർവാണം കേട്ട് ഏതെങ്കിലും ഒരു എതിർ പാർട്ടിക്കാരൻ അയ്യോ ഇയാൾ പറഞ്ഞത് ശരിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു ഡാറ്റ വെച്ചിട്ടല്ലല്ലോ. ഒരു ഡാറ്റ വെച്ചോ അല്ലെങ്കിൽ ഒരു വിവരം നിങ്ങൾ പറയാതെ ഇന്ന കാരണം കൊണ്ട് നിങ്ങൾക്കില്ല, ഇതങ്ങനെയല്ല പറയാ. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഉടനെ ഞാൻ തിരിച്ചു ചോദിക്കുന്നത് നിങ്ങൾ ഇതുപോലെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. ഈ കേൾക്കുന്നവൻ എന്താ വിചാരിക്കണ്ടേ? ഇവൻ എന്തെങ്കിലും മേന്മയുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ എതിരാളി അതുപോലെ എതിരാളിക്ക് വിവരമില്ല, എതിരാളി ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിക്കാരനാണെന്ന് പറയുക. പാർട്ടിക്കാരനാണെങ്കിൽ എന്താ, അയാൾ പറയുന്ന കാര്യത്തിനല്ലേ. വിജയമാഷി ചോദിച്ച പോലെ ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലും ചോദ്യം ക്ലാസ്സിൽ ഉണ്ടാവില്ലേ? അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം കറക്റ്റ് ആണെങ്കിൽ അതിനെതിരെ എന്ത് പറഞ്ഞാലും ആ ചോദ്യം അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കണക്കാക്കുന്നത് നികേഷ് കുമാറിന് എവിടെയോ പാളുന്നുണ്ട് എന്നാണ്. അത് അദ്ദേഹത്തിന് തിരുത്താൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്ക് തിരുത്താൻ കഴിയുമെന്ന് അറിയില്ല. തിരുത്തിയാലും തിരുത്തിയില്ലെങ്കിലും നമുക്ക് വ്യത്യാസമൊന്നുമില്ല.